ഹായ് എവരിവൺ. PSCയുടെ 2025 ഡിസംബറിലെ എക്സാം കലണ്ടർ വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒന്നാണ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ എന്ന പോസ്റ്റ്. ഈ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വന്ന ഈ 2025 ഡിസംബറിലെ എക്സാം കലണ്ടറിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു ഇത്. നോക്കൂ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം 2-3 മാസത്തോളം ആകുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ എക്സാം വരുമെന്ന് ഒരുവിധപ്പെട്ടവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും എക്സാം അടുത്ത വർഷത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡിസംബർ 30, 2025. ഈ വരുന്ന ഡിസംബർ 30-ാം തീയതിയാണ് സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി എന്ന പോസ്റ്റിന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 11/10/2025 22/9 മുതൽ 11/10/2025 വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അത്ര പെട്ടെന്ന് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വളരെ മന്ദഗതിയിൽ പഠിച്ചു തുടങ്ങിയ ഒരു സമയമായിരിക്കും ഇപ്പോൾ, അല്ലേ? കാരണം എക്സാം ഉടനെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 5-6 മാസം നമുക്ക് ഗ്യാപ്പ് കിട്ടിയേക്കെന്നൊക്കെയുള്ള ഒരു ധാരണയിൽ പഠിത്തം മന്ദഗതിയിൽ പോയിരുന്നൊരു സമയമായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഡിസംബർ 30-നാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിത്തം കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ I+ന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി എന്നീ ഒരു പോസ്റ്റിലേക്ക് അവൈലബിൾ ആണ്. വളരെ മികച്ച ക്ലാസ്സുകളോടും നോട്ട്സുകളോടും കൂടി നമുക്ക് റിവിഷൻ സെഷൻസ് ഒക്കെ ആയിട്ട് PYQ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് വളരെ കംപ്ലീറ്റ് ആയ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ ക്രാഷ് കോഴ്സ് ആയിട്ട് അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിലബസിൽ മുൻപുണ്ടായിരുന്ന സിലബസ്, അതായത് തൊട്ട് മുൻപ് നടന്ന ഇതേ പോസ്റ്റിന് വേണ്ടി നടത്തിയിരുന്ന സിലബസിന്റെ സെയിം സിലബസ് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കാം. ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ 4 മൊഡ്യൂൾ ഉണ്ട്. 30 മാർക്കാണ് അതിൻ്റെ അകത്തുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ 4 യൂണിറ്റ് 30 മാർക്ക്. ദെൻ ലാസ്റ്റ് വൺ ഫോറൻസിക് സയൻസ് 10 യൂണിറ്റ് ഉണ്ട്, 40 മാർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30, 30, 40 ആണ്. ബയോ കെമിസ്ട്രി 30, കെമിസ്ട്രി 30, ഫോറൻസിക് സയൻസ് 40. അങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചൊരു അവസരമാണ്. കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, ആരും വിട്ടുപോകരുത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.